മലയാളികളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ഒരു യുഗത്തിൻ്റെ അന്ത്യമെന്നോണം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇന്നലെ വൈകിട്ട് അദ്ദേഹം നമ്മോട് വിടവാങ്ങുന്നത്. അനൽക്ക, അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എം ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഓരോ സമയത്തും പിന്നെ എം ടി തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ, അതായത് എം ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും പങ്കുവച്ചിരുന്നു. അതായത് സമൂഹ മാധ്യമങ്ങളിലടക്കം പിന്നെ എം ടിയുടെ ആരാധകരടക്കം അത്തരത്തിലൊരു പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് ന്യൂമോണിയ അടക്കമുള്ള സ്ഥിരീകരിക്കുകയും പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിട്ടാണ് എം ടി മരണത്തിന് കീഴടങ്ങുന്നത്. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എം ടിയുടെ തിരക്കഥകൾ, അതായത് ഇന്ത്യയുടെ ഫിലിം ചരിത്രത്തിൽ, ചലച്ചിത്ര മേഖലയിൽ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളൊരു കാര്യവുമാണ്. മലയാളത്തിലെ വ്യത്യസ്തമായൊരു സാഹിത്യ ശാഖയും കൂടിയാണ് തിരക്കഥ എന്ന് പറയുന്നത്. ഈ ദൃശ്യകലയായ സിനിമയ്ക്ക് വേണ്ടി രചിക്കുന്ന താങ്കുലായി മാത്രം ഒരു കാലത്ത് കണ്ടിരുന്ന തിരക്കഥയെ സാഹിത്യമൂലമുള്ള സർഗാത്മക രചനയെ മാറ്റി തീർക്കുന്നതിൽ മുഖ്യ പങ്കുവച്ച ആളാണ് എം ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൊക്കെ തന്നെ അത് കാണാൻ പറ്റും. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് നിർമാല്യം എന്ന് പറയുന്നത്. നിർമാല്യത്തിൽ മമ്മൂട്ടിക്ക്, അതായത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ അംഗീകാരം ലഭിക്കുന്ന രീതിയിലേക്ക് നിർമാല്യം എന്ന ചലച്ചിത്രത്തെ മാറ്റി തീർക്കുന്നതിൽ മുഖ്യ പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എം ടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എം ടിയുടെ ഓരോ തിരക്കഥകളിൽ നിന്നും ഒരു തിരക്കഥയിൽ നിന്ന് മറ്റൊരു തിരക്കഥയിലേക്ക് പോകുന്ന സമയത്ത് പോലും, അതായത് അതിൽ കുറേ ജീവിതാനുഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള അവസ്ഥകളെ കൃത്യമായിട്ട് വിവരിക്കുന്ന രീതിയിലുള്ള ഒരു കഥയും കൂടിയായിരിക്കും എം ടിയുടെ തിരക്കഥകളിൽ ഉണ്ടായിട്ടുള്ളത്. അത് പണ്ട് പല സാഹിത്യകാരന്മാരും അത്തരത്തിലൊരു നിരീക്ഷണം പങ്കുവച്ചിരുന്നു. ഭാഷയുടെ കാവ്യാത്മകത കൊണ്ട് എം ടിയുടെ തിരക്കഥകൾ മറ്റു തിരക്കഥകളിൽ നിന്നും വ്യതിരിക്തത പാലിക്കുന്നു എന്ന് പറഞ്ഞത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരനായിട്ടുള്ള അക്ബർ കക്കട്ടിലായിരുന്നു. അതേപോലെ തന്നെ പലപ്പോഴും തന്നെ വിഖ്യാതമായ ചെറുകഥകളുടെ അനുവർത്തനങ്ങളാണ് എം ടിയുടെ തിരക്കഥകൾ. 1965 രചിച്ച മുറപ്പെണ്ണാണ് എം ടിയുടെ ആദ്യത്തെ തിരക്കഥ. അക്കൊല്ലത്തെ മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള അവാർഡ് മുറപ്പെണ്ണ് എന്ന മലയാള ചലച്ചിത്രം നേടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഏകാന്ത വേദനകളുടെ ആളുരൂപമായ മലയാള സിനിമയിൽ അനശ്വരമായി മാറിയ ഇരുട്ടിൻ്റെ ആത്മാവിന് മികച്ച സാമൂഹിക ക്ഷേമ ചിത്രത്തിനുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരം 1967 ലഭിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതേപോലെ തന്നെ എം ടിയുടെ ജീവിതത്തിൽ ഏറ്റവും എം ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ളൊരു തിരക്കഥയായിരുന്നു നിർമാല്യം. നിർമാല്യം മൂവി 1973 രാഷ്ട്രപതിയുടെ മികച്ച ചിത്രത്തിനുള്ള സ്വർണ്ണ മെഡൽ, കൂടാതെ അതേപോലെ തന്നെ മികച്ച ചിത്രത്തിനും മികച്ച സംവിധായകനുമുള്ള മികച്ച തിരക്കഥയ്ക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ ഈ സിനിമ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ വാരിക്കൂട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എസ് കെ പൊറ്റക്കാടിൻ്റെ കടവ് തോണി എന്ന ചെറുകഥയെ ആസ്പദമാക്കി എം ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കടവിന് മികച്ച തിരക്കഥയ്ക്കുള്ള ഒരു അവാർഡും ലഭിക്കുകയുണ്ട്. അതായത് തിരക്കഥാകൃത്ത് എന്നതിനപ്പുറത്തേക്ക് സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവേഷണ ബുദ്ധിയോടെ തിരക്കഥകൾ രചിക്കുന്നതിലും സിനിമ എന്ന മാധ്യമത്തിൻ്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിക്കുന്നതിലും എം ടി കാണിച്ചിട്ടുള്ള ഒരു സൂക്ഷ്മതയും കൈത്തഴക്കവും അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അത് അക്കാദമിക തലങ്ങളിൽ പോലും, അതായത് ഈ ചലച്ചിത്ര പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ പോലും എം ടിയുടെ ഈ ഒരു സൂക്ഷ്മത, ഈ ഒരു കൈത്തഴക്കം പഠനവിധേയമാക്കാറുണ്ടെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും വ്യക്തമാക്കാറുണ്ട്. അതോടൊപ്പം തന്നെ എം ടി നിരവധിയായിട്ടുള്ള ചിത്രങ്ങളിൽ തിരക്കഥ രചിച്ചിട്ടുണ്ട്. പകൽക്കിനാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും എന്ന പടത്തിലാണ് മോഹൻലാൽ അവസാനമായി എം ടിയുടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ നിരവധിയായിട്ടുള്ള മലയാള സിനിമകൾക്ക് എം ടി തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ എം ടിയുടെ ഈ അടുത്തുണ്ടായിട്ടുള്ളൊരു രണ്ടാം മൂഴവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വിവാദം ഉണ്ടായിരുന്നു. അതിൻ്റെ സംവിധായകൻ ഇവിടെ അല്പനേരം മുമ്പ്, അതായത് ഏകദേശം 4 മണിയോടുകൂടി എം ടിയെ അവസാനമായി കാണാൻ ശ്രീകുമാരൻ മേനോൻ അവസാനമായി എം ടിയെ കാണാൻ വരികയും ചെയ്തിരുന്നു. അതിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് എം ടിയുടെ സഹപാഠികളും എം ടിയുടെ സുഹൃത്തുക്കളും, അതായത് ഈ എം ടിയുടെ കൂടെ തന്നെ
തന്നെ സാഹിത്യ ലോകത്തേക്ക് പിച്ചവെച്ചിട്ടുള്ള നിരവധി പേരും MT അവസാനമായി ഒരു നോക്ക് കാണാൻ MTയുടെ വസതിയായിട്ടുള്ള സിതാരയിലെത്തിയിട്ടുണ്ട്. സിതാര അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മകളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മകളുടെ നാമധേയത്തിലുള്ള വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം. ഇവിടെ കുടുംബാംഗങ്ങൾക്കും അതായത് സഹപാഠികൾക്കൊക്കെ കാണാൻ വേണ്ടി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഏകദേശം 9 മണിയോട് കൂടിയിട്ട് തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള അതായത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടാതെ 5 മണിയോട് കൂടിയിട്ട് മാവൂർ റോഡിലുള്ള പൊതുശ്മശാനത്തിൽ അതായത് മറ്റ് ചടങ്ങുകളൊന്നുമില്ലാതെ MTയുടെ ആഗ്രഹം പ്രകാരം വളരെ ലളിതമായ ചടങ്ങുകളോടിയിട്ട് മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ആതിര.